ഹായ് ഫ്രണ്ട്സ്, ലവ് ബിയോണ്ട് ദ കേഴ്സിന്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. രാത്രി ഹീറോയിൻ നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പം ഹീറോ അവിടെ ബെഡിൽ ഇരുന്നുറങ്ങുവാണ്. ഹീറോ ആണെങ്കിൽ ഓൾമോസ്റ്റ് എപ്പോഴും ഷർട്ട് തുറന്നിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവൻ്റെ ബോഡി നന്നായിട്ട് തന്നെ കാണാൻ പറ്റും. ഇവളാണെങ്കിൽ അങ്ങനെ നോക്കുമ്പം സുന്ദരനായിട്ടുള്ളൊരു വാമ്പയർ അടുത്തു പോയി കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നിട്ട് അവൻ്റെ മേത്തൂടെ കൈ അങ്ങനെ താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്. താഴെ എത്തുമ്പോഴേക്കും ഹീറോ കയ്യിൽ പിടിച്ച് അവളെ ക്ലോസ് ആയി നിർത്തിയിട്ട്, നിനക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തോന്നുന്നു, അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണക്കുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിന്റെ ആഗ്രഹം നമുക്ക് ഇപ്പം തന്നെ അങ്ങ് തീർത്തേക്കാം എന്നും പറഞ്ഞ് കിസ് ചെയ്യാനെന്നോട് അടുത്തേക്ക് വരുന്നുണ്ട്. അവക്കാണെങ്കിൽ പേടി. എനിക്ക് ബാത്റൂം പോകണമെന്ന് പറഞ്ഞ് എണീറ്റ് പോയി വാതിൽ തുറക്കാൻ നോക്കുമ്പോഴേക്കും ഹീറോയുടെ ബ്രദറും കൂടെ ഒരു പെണ്ണും വന്നിട്ട് വാതിൽ തുറക്കാണ്. അവരെ കണ്ട് ഹീറോയിൻ ഷോക്ക് ആവുന്നതിനെക്കാട്ടും കൂടുതൽ ഹീറോയിനെ ഒരു റൂമിൽ കണ്ടിട്ട് അവരാണ് കൂടുതൽ ഷോക്ക് ആവുന്നത്. അടുത്ത സീനിൽ 4 പേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഒരുമാതിരി വായും പൊളിച്ച് ആ പെണ്ണിനെ നോക്കിയിരിക്കുകയാണ്. കാരണം ആ പെണ്ണ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആരോ ആണ്. യിങ് എന്നാണ് പേര്. ഹീറോയിൻ ചോദിക്കുന്നതിനൊക്കെ ഒരുമാതിരി നോസ് കട്ടടിക്കുന്ന കണക്കാണ് റിപ്ലൈ കൊടുക്കുന്നത്. എന്തുകൊണ്ടോ ഹീറോയിനെ രണ്ടുപേർക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് അവളുടെ പേരും പറഞ്ഞ് ഒരു ഫ്ലവറിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അപ്പാടെ ഹീറോയിൻ്റെ അപ്പുറത്തിരുന്ന് പറയുന്നു, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന്. ഹീറോയിനെ കൊണ്ടേ വിശ്വസിക്കാൻ പറ്റുന്നില്ല, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. ശരിക്കും നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് അനിയൻ ചോദിക്കുമ്പം, അതെ, എനിക്ക് അവളെ ഇഷ്ടമാണ് എന്ന് ഹീറോ. ഇത്രയും കാലമായിട്ട് നീ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇവളെ ഇഷ്ടപ്പെടാനും മാത്രം ഇവളെന്താ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്ന് ബ്രദർ. അവള് ചെടികള് അത്ര നന്നായിട്ടാണ് ശുശ്രൂഷിക്കുക, അവളുടെ സ്വന്തം കുട്ടികളെ കണക്ക് എന്നവനവൻ്റെ നോക്ടേഴ്സ് ഫ്ലവറിനെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. അവളുടെ ചിരി കണ്ടാല് എൻ്റെ പ്രശ്നങ്ങളെല്ലാം മറന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അവള് ടഫാണ്, ബ്രേവാണ്. മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളെ തന്നെ റിസ്കിന് വെച്ചെന്ന് വരും എന്ന് അവളെ രക്ഷിച്ചത് ആലോചിച്ച് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഭയങ്കര അനോയിങ് ആണ്, പക്ഷെ അവൾ അടുത്തുള്ള സമയത്ത് എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ഹീറോയിൻ അല്ലെങ്കിലേ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതും കൂടെ കേൾക്കുമ്പം ഭയങ്കരമായിട്ട് അങ്ങ് ഫ്ലാറ്റ് ആയി പോകുന്നുണ്ട്. പക്ഷെ അനിയനാണ് അത് ഇത്ര ഇഷ്ടപ്പെടാത്തത്. ഒന്നുമില്ലെങ്കിൽ അവളൊരു മനുഷ്യത്തെയാണ്, അവളെങ്ങനെയാ നിന്റെ കൂടെ ഉണ്ടാവാന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചുള്ള ടൈം അത്ര നല്ലതാക്കിക്കൊള്ളാന്ന് ഹീറോയിൻ. എൻ്റെ ചേട്ടന് നിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനുണ്ട് എന്ന് അനിയൻ പറയുന്നത് നിർത്തിച്ചിട്ട് ഇത് കൂടുതൽ പറയണ്ടെന്നും പറഞ്ഞ് അവളെയും കൂട്ടി ഇങ്ങിനെയും കൂട്ടി പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഹീറോയിൻ്റെ കയ്യിൽ പിടിച്ച് അവളെ അവിടുന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഇവരെ തിരിച്ച് റൂമിലേക്ക് വരുമ്പം ഹീറോയിൻ ഭയങ്കര ആശിച്ച്, നിങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് ചോദിക്കുമ്പം അല്ലെന്ന് ഹീറോ. അനിയൻ്റെയും യിങ്ങിൻ്റെയും മുന്നിൽ വെച്ചിട്ട് ആ ഒരു ഫ്ലവറിനെ കുറിച്ചോ അല്ലെങ്കിൽ അവളുടെ ബ്ലഡിനെ കുറിച്ചോ സംസാരിക്കരുത്, അവരെ അത് അറിയിക്കരുത് എന്നാണ് ഹീറോ പറയുന്നത്. ഇവക്കാണെങ്കിലും ഭയങ്കര ഡിസപ്പോയിൻമെന്റ്. ഹീറോ അത്രയും ഉരുക്കി സത്യം പറയാൻ നടക്കുന്നുണ്ടായിരുന്നു നേരത്തെ അവൻ പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ കള്ളമാണോ എന്ന് ചോദിക്കുമ്പം അവരാ ഫ്ലവറിന്റെ കാര്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്, നീ അത് വെറുതെ ഓവർ തിങ്ക് ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് ഹീറോ പറയുന്നത്. ഹീറോയിൻ അവിടെ ദേഷ്യപ്പെട്ടും വിഷമിച്ചും ഇറങ്ങിയിരുന്നുണ്ട്. അവള് പറഞ്ഞുകൊണ്ട് പോകുന്നത് അവളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ അവൾക്ക് സർവൈവ് ചെയ്യേണ്ടതുകൊണ്ടാണ് അവനെ ഇഷ്ടപ്പെടുന്നത് എന്ന്. അങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എപ്പോഴും ഹീറോ വരുന്ന കണക്ക് തലമൊത്തം മൂടിയിട്ടാണ് ഉള്ളത്. ഹീറോ ആണെന്ന് വിചാരിച്ച് അവള് ഹാപ്പി ആവുന്നുണ്ട്. അല്ല, നീ എന്ത് എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഹീറോയുടെ ബ്രദറാണ് എന്ന്. അവൻ ദേഷ്യത്തില്, നീ എന്താ എൻ്റെ ചേട്ടനെ ചെയ്തത്? ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നതെന്ന് അവൻ പറഞ്ഞിട്ടേ ഇല്ല. അതിന് മാത്രം ഹീറോയിൻ എന്താണ് ചെയ്തതെന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത്. ആ ഫ്ലവറിന്റെ കാര്യം ആ ബ്ലഡിന്റെ കാര്യവും ആരും അറിയരുത് എന്ന് ഹീറോ പറഞ്ഞായിരുന്നല്ലോ. അതാലോചിച്ചിട്ട് ഞാൻ ആരാണെന്നോ, നിന്റെ സിസ്റ്റർ ഇൻലോ എന്നും പറഞ്ഞ് അവനൊരു അടി കൊടുക്കുന്നുണ്ട്. ചേട്ടത്തി അമ്മയോ? അതൊന്നുമില്ല, അതൊന്നും സമ്മതിക്കാൻ പറ്റത്തില്ലെന്ന് അനിയൻ. നോക്ക്, നിന്റെ ചേട്ടൻ നിന്നെ ഇത്രയും കാലമായിട്ട് വളർത്തി കൊണ്ടുവരികയാണ്, അപ്പൊ അവൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഒരാൾ സപ്പോർട്ടിന് വരുമ്പം നീ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അതിന് എൻ്റെ ചേട്ടനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ട്. ഇനിയിപ്പോൾ അതും പോരാന്നുണ്ടെങ്കിൽ ഈ ഇങ്ങുണ്ട്, നിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ബ്രദർ. അച്ചോ, നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഈ ഫാമിലിയും റൊമാൻറ്റിക് റിലേഷൻഷിപ്പും വെവ്വേറെയാണെന്നേ. നിനക്ക് എന്താ പേടിയാണോ? വാ നമുക്ക് കുടിക്കാൻ പോകാന്നും പറഞ്ഞ് അവനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പാവം ചെറുക്കൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അവനെ ഭയങ്കര ഇഷ്ടമാണ്, ആ സ്നേഹം പകുത്തു പോകുന്നുള്ള പേടിയാണ്. അടുത്ത സീനിൽ നോക്കുമ്പം രണ്ടുപേരും കൂടെ കുടിച്ച് ലക്ക് കെട്ടിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കൈവിട്ട കണക്കാണ്. നോക്ക്, എൻ്റെ ചേട്ടൻ ആരും എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് അനിയൻ. അല്ലേ തന്നെ ആർക്കാ അവനെ വേണ്ടത്? എപ്പോൾ നോക്കിയാലും മുഖവും വീർപ്പിച്ച് ബൂന്നിരിക്കും. ഒരു പ്രാവശ്യം അവൻ എൻ്റെ ജീവൻ രക്ഷിച്ചു, അവൻ്റെ പ്ലാന്റ് ഞാനല്ലേ നോക്കുന്നേ, എന്നിട്ടും എല്ലാം എൻ്റെ തലയിലാണെന്നുള്ള രീതിക്കാണ് അവൻ പെരുമാറുന്നത്. അതെന്താ അങ്ങനെ എന്നും പറഞ്ഞ് നോക്കുമ്പോൾ ആ ചെറുക്കൻ ഓൾറെഡി കുടിച്ച് ബോധം കെട്ട് കിടക്കുവാണ്. നീ എണീക്ക്, നിന്റെ അടുത്തല്ലേ ഞാൻ സംസാരിക്കുന്നത്, എണീറ്റ് കേക്ക് എന്നവള്. അവൻ ബോധം കെട്ട് കിടക്കുവാണെങ്കിലും അവള് ചെടി എന്ന് പറഞ്ഞത് മാത്രം അവൻ്റെ മണ്ടേ കയറിയിട്ടുണ്ട്. ഇവള് നോക്കുമ്പം
അവനെ ഹീറോ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഹീറോ ആണെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയിരുന്നിട്ട് നിന്നെ കാണാനേ ശരിക്കും നിന്റെ ചേട്ടനെ പോലെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവിടെ ശരിക്കും ഹീറോ ആണ് കിടക്കുന്നതെന്നുള്ള രീതിക്ക് എന്തുകൊണ്ടാണ് നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്തത്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞ എന്താ കുഴപ്പം, ആ യൂസ്ലെസ് ഫ്ലവർ എന്നെ മാരേജ് ചെയ്യുന്നതിന് മുന്നേ നീ രക്ഷിക്കണം എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് പൊലമ്പിക്കൊണ്ട് അവനെ തൊടാൻ വേണ്ടി പോകുന്നുണ്ട്. ഹീറോ ആണെന്ന് വിചാരിച്ച് അങ്ങനെ തൊടാൻ കൈ അടുത്ത് വരെ കൊണ്ടുപോകുന്ന സമയത്ത് കറക്റ്റായിട്ട് ഹീറോ എവിടെന്നോ ഒന്ന് കൈ പിടിക്കുന്നുണ്ട്. ഇവള് ഷോക്കായിട്ട് നീ എന്ത് ഇവിടെയെന്ന് ചോദിച്ചു തീർക്കുമ്പോഴേക്കും അനിയനെയും കൂട്ടി ഹീറോ അവിടെ പോകുന്നുണ്ട്. അടുത്ത സീനില് റൂമിലേക്ക് ഹീറോയിനെ ഭയങ്കര ദേഷ്യത്തില് പിടിച്ചു വലിച്ചു കൊണ്ടുവരാണ്. എന്തിനാ ഇത്ര അപ്സെറ്റ് ആയിട്ട് ദേഷ്യപ്പെടുന്നത്, ഞാൻ ജസ്റ്റ് അവൻ്റെ കൂടെ കുടിച്ചല്ലേ ഉള്ളൂ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. അതുമാത്രമല്ല രാവിലെ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഹീറോ ഒരുമാതിരി ദേഷ്യപ്പെട്ട് നോക്കുന്നു. അല്ല രാവിലെ നീയല്ലേ പറഞ്ഞത് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം കള്ളം പറഞ്ഞതാണെന്ന്, പിന്നെ ഞാൻ ആരുടെ കൂടെ കുടിച്ചാൽ നിനക്ക് എന്താണെന്ന്. ഹീറോ അത്രത്തോളം ജലസ് ആണെന്ന് അവൻ്റെ ഫേസ് കണ്ടാൽ അറിയാം. സീരീസിന്റെ തുടക്കത്തിൽ തന്നെ ഹീറോ എന്താ പറഞ്ഞത്, അവനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവനെ വിട്ടു പോകുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം ശരി നീ പൊക്കോന്ന് പറയുന്നുണ്ട്. അവൾ ആരുടെ കൂടെ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അവൾ അവനെ വിളിച്ചുകൊണ്ടിരുന്നൊക്കെ കണ്ടിട്ട് ജലസായിട്ടാണ് തൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. അപ്പം ഹീറോ ഇങ്ങനെ പറയുമ്പം അവൾക്ക് അങ്ങ് വിഷമാവുന്നുണ്ട്. ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാന്ന് വിചാരിക്കുമ്പം അച്ചർക്കനാണെങ്കിൽ പിടിച്ച കട്ടിലേക്ക് ഇട്ടിട്ട് ഹാർഡായിട്ട് പ്ലേ ചെയ്യാണോ എന്ന് ഹീറോ. അതെ നിനക്കല്ലേ എന്നെ ഇഷ്ടമല്ലാത്തത്, പിന്നെ ഞാൻ നിന്റെ അടുത്ത് നിന്ന് മാറി പോകുന്നതിന് എന്താ കുഴപ്പമെന്ന് ഹീറോയിൻ. അത് പറഞ്ഞ് തീർക്കല്ല അങ്ങനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അവിടെ ഹീറോ ഭയങ്കരമായിട്ട് ഹീറോയിനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവന്റെ ഫ്ലവർ ഭയങ്കരമായിട്ട് അങ്ങ് വിരിയുന്നുണ്ട്. ഇവർ ഓരോ പ്രാവശ്യവും ക്ലോസ് ആവും തോറുമാണ് ആ ഫ്ലവർ കൂടുതലായിട്ട് വിരിയുന്നത്. അവസാനം എല്ലാം കൂടെ ഗോബ്ലിൻ കണക്കാവും എന്തോ. അടുത്ത ദിവസം ഹീറോയും മെങ്ങും സംസാരിച്ചവരാണ് ഹീറോ മരിക്കാൻ പോവാണെന്ന് ഓൾമോസ്റ്റ് ഉറപ്പായല്ലോ. അതുകൊണ്ട് ഹീറോയുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ചാരിറ്റി അത് കണക്ക് എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്നാണ് മെങ്ങ് വന്ന് പറയുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിൻ്റെ പേര് പറഞ്ഞ് ആരോ ഭയങ്കരമായിട്ട് വിളിക്കുന്നത് കേൾക്കുന്നത്. ഹീറോയിൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഹീറോയിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഇപ്പം ഹീറോയുടെ ലൈഫ് കുറച്ചും കൂടെ ലീവ്ലി ആണ് എന്ന്, മുന്നത്തേനെക്കാട്ടും കുറച്ചുകൂടെ നന്നായിട്ടാണ് പോകുന്നതെന്നുള്ള രീതിക്ക് മെങ്ങ് പറയുന്നുണ്ട്. ഹീറോയുടെ ബ്രദറാണ് കുറേ നേരമായിട്ട് ഇങ്ങനെ ഹീറോയിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. കുറേ നേരം വിളിച്ചിട്ട് അവൻ തന്നെ അകത്തേക്ക് ഇരുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിനെ എണീക്കുന്നു. നീ എന്തിനിങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഹീറോ വന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നിൽക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ഇന്നലെ ഇവളെന്നെ ട്രിക്ക് ചെയ്ത് ഇവളെന്നെ കൊണ്ട് ചേട്ടത്തിന്ന് വിളിപ്പിച്ചു, ഞാൻ ഇതുവരേക്ക് ഇങ്ങനെ എംബാരസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല എന്നും പറഞ്ഞ് പരാതി പറയാണ്. ഇതൊക്കെ ചെറിയ കാര്യമല്ലേ വിട്ടേക്ക് എന്നുള്ള രീതിക്കാണ് ഹീറോ നിൽക്കുന്നത്. അവനാണെങ്കിൽ ഒരുപാട് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പിന്നെയാണ് നിൽക്കുന്നത്. ചേട്ടാ ശരിക്കും അവൾ എന്നെ ഭയങ്കരമായിട്ട് എംബാരസ്ഡ് ആക്കിയെന്ന് അനിയൻ എവിടെ കേൾക്കുന്നു. അനിയനെ പറഞ്ഞു വിടുന്നുണ്ട്. ഹീറോ അവളെ സപ്പോർട്ട് ചെയ്യുന്നേ കൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷം. നാണം കുണുങ്ങിക്കൊണ്ട് നമുക്ക് തമ്മിൽ ഇന്നലെ എന്തെങ്കിലുമൊക്കെ നടന്നു എന്ന് ചോദിക്കുമ്പം നീ എണീറ്റെങ്കിൽ പിന്നെ ഇതിനെവിടെ നിൽക്കുന്നേന്ന് ഹീറോ ഒരുമാതിരി എപ്പോഴത്തെ പോലെ കോൾഡായിട്ട് ടഫായിട്ട് ചോദിക്കുന്നു. അല്ലെങ്കിൽ ഇവൻ്റെ അടുത്തൊക്കെ മനുഷ്യൻ സംസാരിക്കുമോ എന്നുള്ള രീതിക്ക് അവളുടെ ഡ്രസ്സ് എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയും കുറച്ച് വിഷമിച്ചാണ് അവിടെ നിൽക്കുന്നത്. ഹീറോയിൻ മനസ്സിൽ തന്നെ ആലോചിച്ചുകൊണ്ട് വരികയാണ്, ശരിക്കും ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയിരിക്കുന്നത് എങ്ങനെയാ, എന്തായാലും നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഹീറോയ്ക്കും ഷൈ ആയിണ്ടായിരിക്കും ഒന്നും പറയാത്തത് എന്നൊക്കെയാണ് അവൾ വിചാരിച്ചുകൊണ്ട് ഇരുന്നത്. അതിൽ ഹാപ്പി ആയിട്ട് വരുമ്പോഴാണ് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ് വരുന്നത്. ഓ തിരിച്ചു പോവാണോ എപ്പോഴും ഇങ്ങനെ വരുന്നത്, ഹീറോ പറഞ്ഞില്ലെങ്കിൽ പോലും ഹീറോയ്ക്ക് ഭയങ്കര അനോയിങ് ആണെന്ന് പറയാണ്. ഒരുമാതിരി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിനെ കൂട്ട് ക്യാരക്ടർ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഹീറോ ഹാപ്പിയാണെന്ന് ഹീറോയിൻ തക്കതായ മറുപടി കൊടുക്കുമ്പം ഇങ്ങിങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അടുത്ത സീനില് ഹീറോയിൻ നോക്ട്രസ് ഫ്ലവറിന്റെ അടുത്ത് ഒരുമാതിരി വിഷമിച്ചിരിക്കുകയാണ്. അപ്പുറത്തെ ഹീറോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളിവിടെ അടങ്ങിയിരിക്കാതെ പ്രോസസ് കുറച്ച് സ്പീഡ് പാവട്ടെ എന്നും പറഞ്ഞ് പൂവ് കുറച്ചുകൂടെ വിരിയട്ടെ എന്നും പറഞ്ഞ് അവളുടെ കൈ അവളെ തന്നെ മുറിച്ച് ചോര ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ ബ്ലഡ് എവിടെ നിന്ന് വീണാലും അത് നോക്ട്രസിന് ഫീൽ ചെയ്യാൻ പറ്റും. അത് നോക്ട്രസിന് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ടെന്ന് സെൻസ് ചെയ്യുന്ന ഹീറോ ഇപ്രാവശ്യം പെണ്ണ് എന്തോ തേങ്ങയാണോ എന്തോ കാണിച്ചതെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഹീറോയിൻ ബ്ലഡ് ഒറ്റിച്ച് നോക്കിയിട്ട് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോഴാണ് അവൾ ആലോചിക്കുന്നത് ടിയാൻഷ്യൻ മൗണ്ടെയിന്ന് അവള് ശുദ്ധമായ മഞ്ഞവെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവക്ക് വേണ്ടി പോലും ഉപയോഗിച്ചിട്ടില്ല. എന്നാ പിന്നെ കുറച്ച് ഫ്ലവറിന് ഒഴിച്ചു കൊടുക്കാന്നും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ വലിയ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇതെന്താ റിയാക്ട് ചെയ്യാത്തേന്നും പറഞ്ഞ് അവളുടെ അടുത്ത് ഒരുപാട് കുപ്പിയുണ്ട്. അതിൽ നിന്നൊരു വലിയ വൈൻ എടുക്കുന്നുണ്ട്. എന്തോ കുറച്ച് ക്വാളിറ്റി കൂടിയ വൈനം കണ്ടാണ്. അത് പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കുന്ന കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുവാണ്. പക്ഷെ അതുകൊണ്ടും ഫലം കാണുന്നില്ല. എന്നാലും കുഴപ്പമില്ല, എന്തായാലും ഹീറോയ്ക്ക് ഇത് ഞാൻ ഫ്ലവർ ചെയ്യിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്തിരിക്കുന്നു പറഞ്ഞ് എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ നീ കാണിക്കുന്നത്,
ആവശ്യമില്ലാതെ, പ്രത്യേകിച്ച് എൻ്റെ പെർമിഷൻ ഇല്ലാതെ നോക്ടറിൻ്റെ മേലെ കളിക്കാൻ നിൽക്കരുത് എന്ന് ഹീറോ വാൺ ചെയ്യുന്നുണ്ട്. ഹീറോയിൻ മെങ്ങിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് മെങ്ങിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണെന്നും വൈഫിന് താമര ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് മെങ്ങ് അത്രയും ഫ്ലവർ ഓർഡർ ചെയ്തതെന്നും. 3 വർഷമായി വൈഫ് മരിച്ചിട്ട്, പക്ഷെ ഇപ്പോഴും ഭയങ്കര സ്നേഹമാണെന്നറിഞ്ഞ് മെങ്ങ് ഭയങ്കര ലോയൽ ആണല്ലേ, നല്ല ഹസ്ബൻഡ് ആണല്ലേ എന്ന് ഒരു ഇംപ്രഷൻ. ആ വീട്ടിൽ കൂടെ അതിലേ നടക്കുന്ന സമയത്താണ് 2 സർവൻസ് സംസാരിക്കുന്നത് ഹീറോയിൻ കേൾക്കുന്നത്. വീണ്ടും ഒരു പെണ്ണ് മിസ്സായിന്ന്. 5 ദിവസമായി മിസ്സായിട്ട്. ആ പെണ്ണും ലവ് ഫ്ലവറിൻ്റെ പുറകെ പോയിട്ടാണ് മിസ്സായത്. ലവ് ഫ്ലവർ കൊണ്ട് ഒരു ചെറുക്കനെ വശത്താക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഹീറോയ്ക്ക് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെക്കനെ വളയ്ക്കാൻ പറ്റും. എന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് റിസ്ക്കിയാണ്. ഇതൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് അതിന് വേണ്ടിയിട്ട് എന്തോ ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ മെങ്ങ് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫ്ലവേഴ്സ് എടുത്ത് അവൻ്റെ വൈഫിൻ്റെ ബോഡി ഉള്ളിടത്തേക്കാണ് പോകുന്നത്. ഇന്നാണ് മെങ്ങിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ. ഇത് കണക്ക് വർഷങ്ങൾക്ക് മുന്നേ അവളുടെ ബർത്ത്ഡേൻ്റെ അന്നാണ് ഒരുപാട് ഫ്ലവേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സർപ്രൈസിങ് ആയിട്ട് അത് കാണിച്ച് അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്ര ഹാപ്പി ആയിട്ട് പരസ്പരം അവർ തമ്മിൽ അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു. എങ്ങനെയും എത്രയും പെട്ടെന്ന് വൈഫിനെ എണീപ്പിക്കുമെന്ന് മെങ്ങ വിചാരിക്കുന്നുണ്ട്. നല്ല നിലാവുള്ള രാത്രി ഹീറോ ചന്ദ്രനെ നോക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുമാതിരി വിഷമിച്ച്. അപ്പോൾ പണ്ട് നടന്നൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ മെങ്ങ് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ടീനേജറായിട്ടുള്ള മെങ്ങിൻ്റെ ഫേസിൽ മൊത്തം അടിമേടിച്ചതിനെ കൂട്ടുള്ള മാർക്ക് ഉണ്ട്. തോറ്റുപോയോ എന്ന് ചോദിക്കുമ്പം അതേന്ന് മെങ്ങ് അവിടുന്ന് പോകാൻ നിൽക്കുമ്പം എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് മെങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോയിട്ട് അപ്പോഴും അതേ കണക്ക് ഫൈറ്റ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ മെങ്ങിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് കൊടുക്കുമായിരുന്നു. മെങ്ങ് ഇമ്പ്രൂവ് ആയിട്ടും ഉണ്ടായിരുന്നു. അതവനെ അപ്രീഷിയേറ്റ് ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ട്. അതോർത്തിരിക്കുന്ന സമയത്താണ് മെങ്ങ് ശരിക്കും അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ കുടിച്ചിട്ട് ഒരുപാട് വർഷമായില്ലേ എന്ന് ചോദിക്കുമ്പം ഓൾമോസ്റ്റ് 3 വർഷമായെന്ന് മെങ്ങ്. അവനെ കൂടെ കുടിക്കാനിരുത്തി ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വൈഫ് അൺകോൺഷ്യസ് ആയതിനു ശേഷമാണ് ഇവരുടെ ബോണ്ടിന് ഒരു ബ്രേക്ക് ഉണ്ടായത്. അതിന് മുന്നേയൊക്കെ ഇവർ കുടിക്കുന്ന സമയത്ത് മെങ്ങിൻ്റെ മൈൻഡിൽ എന്തുണ്ടെങ്കിലും അത് ഹീറോയുടെ അടുത്ത് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം പറയാറില്ല എന്ന് പറയുമ്പം ഇപ്പോൾ ഒക്കെ പഴയതൊക്കെ ആലോചിക്കുമ്പം എനിക്കിതൊന്നും ഒരു വിഷയമായിട്ടേ തോന്നാറില്ല എന്നുള്ള രീതിക്കാണ് മെങ്ങ് പറയുന്നത്. മെങ്ങ് എന്ത് പറയുമ്പോഴും ഉള്ളിൽ വേറൊരു അർത്ഥം വെച്ചിട്ടാണ് പറയുക, പ്രത്യേകിച്ച് ഹീറോയുടെ അടുത്ത്. ഇന്ന് നിന്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് കുടിക്കാൻ വിളിച്ചത്. ഇല്ലെങ്കിൽ നീ അവിടെ ഇരുന്ന് വെറുതെ ഓവർ തിങ്ക് ചെയ്യുള്ളൂ എന്ന്, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയുള്ളൂ എന്ന് ഹീറോ പറയുന്നുണ്ട്. മെങ്ങിൻ്റെ ഭാഗത്തു നിന്ന് അതിന് റിപ്ലൈ ഒന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഹീറോ അകത്തേക്ക് കയറുന്ന സമയത്ത് ടേബിളിൽ ഒരു നോട്ട് ഉണ്ട്. നാളെ രാത്രി 9 മണിക്ക് ഒരു മലേൻ്റെ മണ്ടയിലേക്ക് വരണം, ഞാൻ അവിടെ കാത്തിരിക്കുന്നു പറഞ്ഞ്. ഹീറോയിനാണത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെന്ത് ട്രിക്കാണോ എന്ന് ആലോചിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാത്രി ഹീറോയിൻ കാട്ടിലൂടെയാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ശരിക്കും ഹീറോ വരുമോ ഇല്ലേ? ആ ചെറുക്കൻ ശരിക്കും കോൾഡ് ഹാർട്ടഡ് ആണെന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റം പറഞ്ഞുകൂടാണ് വരുന്നത്. ഇവിടെ ഹീറോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ്റെ മൈൻഡ് അവിടെ ഇല്ല. ഓൾമോസ്റ്റ് 9 മണി ആയല്ലോ എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നുമുണ്ട്. ഇവിടെ ഹീറോയിൻ ഇപ്പോഴും ഹീറോയെ കുറിച്ചാണ് പുലമ്പിക്കൊണ്ട് വരുന്നത്. കാടൊക്കെയല്ലേ, ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അവളാണെങ്കിൽ പേടിച്ചാണ് നിൽക്കുന്നത്. പെട്ടെന്ന് വീണു പോകുന്നുണ്ട്. അവിടെ തന്നെ ഇരുന്ന് കാതും പൊത്തി എന്നെ പേടിപ്പിക്കല്ലേ പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോ ഇരുന്നത്. കൈ നീട്ടുന്നു, ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. നിങ്ങൾ വരുന്ന എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞാൽ തുള്ളി ചാടുമ്പം രാത്രിയായി, നിനക്ക് എന്താ അവിടെ പരിപാടി എന്ന് ഹീറോ. അത് കണ്ടോ, ആ മലയിലാണ് ലവ് ഫ്ലവർ ഉള്ളത്, നമുക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കാമെന്ന് ഹീറോയിൻ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് ഹീറോ തിരിച്ചു പോകാൻ നിൽക്കുമ്പം അവളാണെങ്കിൽ വിടുന്നില്ല. അവൾക്ക് വേറെ പ്ലാൻസ് ഉണ്ടല്ലോ. ആ ഫ്ലവർ നോക്കിപ്പോയാൽ ഒരുപാട് പെണ്ണുങ്ങളെ മിസ്സിങ് ആയിട്ടുണ്ട്, നമുക്ക് പോയി അന്വേഷിക്കാന്ന് പറയുമ്പം നീയൊന്ന് പോയി, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഹീറോ പിന്നെയും പോകാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കെയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് പോകണമെന്ന് ഹീറോയിൻ. എന്നാ പൊക്കോ. അത് പറ്റത്തില്ല, നിങ്ങളും കൂടെ വാന്ന് കുറച്ച് കെഞ്ചി ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്തിൻ്റെ കേടാണെന്നുള്ള രീതിക്ക് ഒരു എക്സ്പ്രഷൻ ഇട്ടാണ് ഹീറോ അവിടെ നിൽക്കുന്നത്. കുറച്ച് ക്യൂട്ടായിട്ട് കൊഞ്ചിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. എന്നാലും ഞാനില്ലെന്ന് ഹീറോ പിന്നെ അവനെ പിടിച്ചു വലിച്ചോണ്ട് അവിടെ പോകുന്നുണ്ട്. ആവേശത്തിലൊക്കെയാണ് വരുന്നതെങ്കിലും കുറച്ചങ്ങ് നടക്കുമ്പോഴേക്കും അവള് ടയേർഡ് ആവുന്നുണ്ട്. അയ്യോ എനിക്ക് വയ്യായി എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു ഫ്ലവറിൻ്റെ മേലെ മിന്നീനെ കാണുന്നത്. അതിനെ ഫോളോ ചെയ്ത് പോകുമ്പം കുറച്ച് പതിയെ പോവുക ചെയ്യുന്ന ഹീറോ എവിടെ കേൾക്കാൻ. തുള്ളിച്ചാടി അതിൻ്റെ പുറകെ പോകുന്ന സമയത്ത് ഒരു ഗാർഡനിലേക്കാണ് അത് പോകുന്നത്. ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ. അത് കാണുമ്പോൾ അവൾക്ക് കൂടുതലായിട്ട് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ മെങ്ങ് അവൻ്റെ വൈഫിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഗാർഡനാണ്, അവർ പ്രപ്പോസ് ചെയ്ത ആ ഒരു ഗാർഡൻ. അവിടെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ഹീറോയിൻ അവൾക്ക് വേണ്ട ആ ഒരു താമര കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതും പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഹീറോനെ നോക്കുമ്പം ഹീറോ അവിടെ അവൾ ചിരിക്കുന്നേ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ചിരിക്കുകയല്ലായിരുന്നു എന്ന് ഹീറോയിൻ. അല്ലെന്ന് ഹീറോ. ചിരിച്ചു, ഞാൻ കണ്ടതാണെന്ന് ഹീറോയിൻ. ഞാനൊന്നും ചിരിച്ചിട്ടില്ല, നീ ഒന്ന് പോയേന്ന് ഹീറോ. നല്ല സീരിയസ് ആയിട്ട്
അല്ല, നമ്മളിവിടെ വന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാനാണെന്ന് ഹീറോ. ആ ശരിയാണല്ലോ, നമ്മൾ ലവ് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടല്ലേ വന്നേന്ന് അവളും ഡൈവേർട്ട് ആവുന്നുണ്ട്. ഒന്നുകൂടി ആ സ്ഥലം നോക്കുന്നുണ്ട്. പക്ഷെ വളരെ നോർമലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ ആ ഒരു മിന്നാമിന്നി പിന്നെ വരുന്നത്. അവള് ഹാപ്പി ആയിട്ട് അതിനെ പോയി തൊടുമ്പം അത് അവളുടെ കയ്യിൽ കടിക്കുന്നു. അത് അവൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സാധാരണയായിട്ട് മിന്നാമിന്നി അങ്ങനെയൊന്നും കടിക്കത്തില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഹീറോയ്ക്ക് എന്തോ സ്ട്രൈക്ക് ആയിട്ട് അവളെ കുറച്ച് മാറ്റിയെടുത്തുന്നു. അപ്പോഴേക്കും അവരുടെ ബേക്കിൽ നിന്ന് ഒരുപാട് മിന്നാമിന്നികൾ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരുമാതിരി അറ്റാക്ക് ചെയ്യും നടക്ക്. ഹീറോ പെട്ടെന്നൊരു വാള് കണക്ക് ക്രിയേറ്റ് ആക്കുന്നു. ആ പവർ കാരണം അവർ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അതൊന്നും മിന്നാമിന്നിയല്ല, ഗൂ പാരസൈറ്റ്സ് ആണെന്ന്. ഇത് കാരണമാണ് ആ പെണ്ണുങ്ങളെ കാണാതാവുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോയിൻ മയങ്ങി പോവാണ്. ഇവിടെ ഹീറോ ആകെപ്പാടെ പേടിച്ചിരിക്കുമ്പം അപ്പുറത്ത് മെങ്ങ കാണാതെ പോയ പെണ്ണിനെ വെച്ച സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ ആണെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളെ അതേ കണക്ക് ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അവരൊക്കെ ഒരുമാതിരി വയലന്റ് ആയ കണക്കാണ് പെരുമാറുന്നത്. മെങ്ങിന്റെ അസിസ്റ്റന്റ് മെങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട് അവരുടെ ദേഹത്തുള്ള ആ ഒരു ഗൂ പാരസൈറ്റ്സ് അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. അതേ കണക്ക് ഇവരുടെ ഗാർഡനിൽ ആരോ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നോക്കാൻ വേണ്ടിയിട്ട് മെങ് അസിസ്റ്റന്റിനെ വിടുന്നുണ്ട്. ഇതേ സമയത്ത് ഹീറോയിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവള് മിന്നാമിന്നിയാണെന്ന് പറഞ്ഞ് നേരത്തെ അതിനെ തൊട്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവളുടെ കയ്യിൽ മൊത്തം ഒരുമാതിരി നീലാണ് കയറ്റുണ്ട് വിഷം കയറി കണക്ക്. അതുകൊണ്ടായിരിക്കണം മയക്കുമായത്. ഹീറോ ആ കയ്യിൽ അവിടെ പിടിച്ച് കടിക്കുന്നുണ്ട്. ആ സമയത്താണ് അവൻ മെങ്ങിന്റെ ഒരു ജെയ്ഡ് അവിടെ ഉള്ളത് ശ്രദ്ധിക്കുന്നത്. അതിൽ മെങ്ങിന്റെ പേര് കാണുമ്പം കുറച്ച് ഷോക്കായിട്ട് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ദേഷ്യത്തിലാണ് ഉള്ളത്. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. എനിക്ക് പനിയുണ്ട്, അതുകൊണ്ട് സൗണ്ടിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. സോറി ഫോർ ദാറ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.